നമസ്കാരം. പാലോട് രവിയുടെ വിവാദ പരാമർശത്തിൽ വെട്ടിലായി കോൺഗ്രസ്. ജില്ലാ അധ്യക്ഷന്റെ രാജി പാർട്ടിക്ക് ചോദിച്ചു വാങ്ങേണ്ടി വന്നു. കോൺഗ്രസ് എടുക്കാച്ചരക്കെന്ന് പാലോട് രവി. വിവാദത്തിന് പിന്നാലെ മലക്കം മറിച്ചിൽ. KPCCക്ക് കടുത്ത അതൃപ്തി. നിരപരാധിത്വം തുറന്നു പറഞ്ഞു പാലോട് രവി. ടോപ് 10ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം DCC പ്രസിഡന്റ് സ്ഥാനം പാലോട് രവി രാജിവെച്ചു. KPCC രാജി ചോദിച്ചു വാങ്ങി. നടപടി വിവാദ ഫോൺ സംഭാഷണത്തെ തുടർന്ന്. ഫോൺ സംഭാഷണം പുറത്തുവിട്ട കോൺഗ്രസ് നേതാവിനെയും പുറത്താക്കി. ഇടതിന് തുടർ ഭരണമുണ്ടാകുമെന്നും കോൺഗ്രസ് എടുക്കാച്ചരക്ക് ആകുമെന്നുമുള്ള പ്രസ്താവന പ്രവർത്തകരെ ഉത്തേജിപ്പിക്കാനെന്ന് പാലോട് രവി. VD സതീഷിനെതിരെ വീണ്ടും വെള്ളാപ്പള്ളി നടേശൻ. സതീശൻ ഈഴവ വിരോധിയെന്നും ഈഴവനായ K സുധാകരനെ ഒതുക്കിയെന്നും വിമർശനം. ശ്രീനാരായണ ഗുരു പറയാൻ പാടില്ലെന്ന് പറഞ്ഞതാണ് വെള്ളാപ്പള്ളി പറയുന്നതെന്ന് VD സതീശൻ. ആര് വർഗീയത പറഞ്ഞാലും എതിർക്കുമെന്നും വിശദീകരണം. സതീശൻ ഗുരുധർമ്മം പഠിപ്പിക്കേണ്ടെന്ന് വെള്ളാപ്പള്ളി. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം അന്വേഷിക്കാൻ 2 അംഗ സമിതി. 3 മാസത്തിനകം പ്രധാനപ്പെട്ട 4 ജയിലുകളിലും വൈദ്യുതി, ഫെൻസിംഗും CCTVയും പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കണമെന്ന് ഉന്നതതല യോഗത്തിൽ നിർദ്ദേശം. ഗോവിന്ദച്ചാമി ഇനി വിയൂർ ജയിലിലെ ഏകാന്ത സെല്ലിൽ. സംസ്ഥാനത്ത് കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. ട്രെയിൻ, വിമാന സർവീസുകളെ ബാധിച്ചു. കണ്ണൂർ കോളയാട് വീടിന് മുകളിൽ മരം വീണ് 1 മരണം. മലയോര മേഖലകളിൽ പലയിടത്തും മണ്ണിടിച്ചിൽ. ജാഗ്രതാ നിർദ്ദേശം. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ റെഡ് അലർട്ട്. 3 ദിവസം കൂടി മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് കടൽക്ഷോഭം രൂക്ഷം. മത്സ്യബന്ധനത്തിന് വിലക്ക്. ഉപജീവന മാർഗം അടഞ്ഞെന്ന് മത്സ്യത്തൊഴിലാളികൾ. പകരം നൽകാമെന്ന് പറഞ്ഞ ധനസഹായവും ഭക്ഷണ കിറ്റും ലഭിക്കുന്നില്ലെന്ന് പരാതി. തീരദേശ വാർഡുകളെ തരം തിരിച്ചതിലും അപാകതയെന്ന് വിമർശനം. ടോപ് 10 സ്പെഷ്യൽ. കൊല്ലത്ത് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ സ്കൂൾ മാനേജ്മെന്റ് പിരിച്ചുവിട്ടു. ഭരണം ഏറ്റെടുത്ത സർക്കാർ. ഗുരുതര വീഴ്ചയെന്നും വിശദീകരണം തൃപ്തികരമല്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. കൊല്ലം DEOയ്ക്ക് സ്കൂളിന്റെ ചുമതല. കാർഗിൽ വിജയ ദിവസത്തിൽ പാകിസ്ഥാന് താക്കീതുമായി കരസേനാ മേധാവി. ഭീകരതയെ ഇരുമ്പ് മുഷ്ടി ഉപയോഗിച്ച് നേരിടുമെന്ന് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ധീര സൈനികർക്ക് ആദരമർപ്പിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 311 റൺസ്. 1-ാം ഇന്നിംഗ്സ് ലീഡ്. 669 റൺസിന് ഇംഗ്ലണ്ട് പുറത്ത്. 2-ാം ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് ഭേദപ്പെട്ട തുടക്കം. ഗില്ലിനും KL രാഹുലിനും അർദ്ധ സെഞ്ചുറി. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് UAEയിൽ നടക്കും. വനിതാ ലോകകപ്പ് ഫൈനലിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ താരങ്ങളായ ദിവ്യ ദേശ്മുഖും കൊനേരു ഹംപിയും സമനിലയിൽ പിരിഞ്ഞു. കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സാന്ദ്ര തോമസ്. പത്രിക നൽകാനെത്തിയത് പർദ്ദ ധരിച്ച്. ചിലരുടെ തുറിച്ചുനോട്ടം ഒഴിവാക്കാനെന്ന് വിശദീകരണം. മത്സരിക്കുന്നത് സംഘടന കൈയടക്കിയ കുത്തകകളുടെ മാറ്റത്തിനായെന്ന് സാന്ദ്ര. സ്റ്റോറി ഓഫ് ദ ഡേ. മറുനാട്ടിൽ നിന്നും എത്തിച്ച മനം കുളിർപ്പിക്കും കാഴ്ച. ആദ്യം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ടോപ് 10 പോകുന്നത്. വിവാദ ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെ തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോട് രവി രാജിവെച്ചു. പാലോട് രവി സമർപ്പിച്ച രാജി സ്വീകരിച്ചതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA അറിയിച്ചു. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് പ്രഥമ ദൃഷ്ടിയാൽ ബോധ്യപ്പെട്ടതിനാൽ വാമനപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി A ജലീലിനെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. പാലോട് രവിയുമായുള്ള ഫോൺ സംഭാഷണം ജലീലാണ് പുറത്തുവിട്ടത്.
നീ നോക്കിക്കോ, 60 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ BJP എന്ത് ചെയ്യാൻ പോകുന്നെന്ന്. അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് ഈ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ 40,000 50,000 വോട്ട് പിടിക്കും. കോൺഗ്രസ് പാർട്ടി 3ാം സ്ഥാനത്ത് ഉച്ചകുത്തി. തീർച്ചയായിട്ടും അത് സംഭവിക്കും. കേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും. അതോട് ഈ പാർട്ടിയുടെ അതോ ഗതിയായിരിക്കും. ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും. കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ BJPയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും. ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കഴിയുമ്പോഴാണ് നശിക്കുന്നത്. അത് ഉറപ്പാണ്. പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷൻ യാതൊരു ബ്ലോക്ക് ഭാരവാഹികളുടെ കാര്യത്തിൽ 100 പേരെ വയ്ക്കും. വാർഡ് ഇറങ്ങി നടക്കാൻ ആളില്ല. പ്രസിഡന്റുമാരുടെ ലിസ്റ്റ് ഇവിടെ തന്നെ വേറും ബോഗസ് ആയിരുന്നു. അത് അവിടെ നിന്നല്ല, ഞാൻ ജില്ലയുടെ കാര്യം നാട്ടിൽ ഇറങ്ങി നടന്ന് ജനങ്ങളുടെ ഒക്കെ പോയി കണ്ട് നല്ലൊരു സംസാരിക്കാൻ 10% സ്ഥലത്തേ നമുക്ക് ആളുള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കാതെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ എന്റെ ജില്ലയിലെ വെറുതെ വീരവാദം പറഞ്ഞ് നമ്മളൊക്കെ നടക്കാവുന്ന. വിവരങ്ങൾ അൺഫിലിറ്റ് ഡിസൂസ തിരുവനന്തപുരത്തു നിന്നും നൽകും. അൺഫിലിറ്റ്, പാലോട് രവിയുടെ വിവാദ പരാമർശത്തിൽ വെട്ടിലായിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് എന്നുള്ളതാണ്. പാർട്ടിക്ക് രാജി ചോദിച്ച് വാങ്ങിക്കേണ്ടി വന്ന സാഹചര്യം ഉടലെടുത്തു. പക്ഷെ അപ്പോഴും പാലോട് രവി പറയുന്നത് പാർട്ടിയുടെ ഗുണത്തിനായി താൻ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ പറഞ്ഞതാണ് ഇക്കാര്യങ്ങൾ ഒക്കെ എന്നാണ് പാലോട് രവിയുടെ ഒരു വിശദീകരണം. പക്ഷെ അപ്പോഴും എടുത്തു പറയേണ്ടത് UDF തോൽക്കും, ഇടതുമുന്നണി വീണ്ടും അധികാരത്തിൽ വരും എന്നതാണ് പാലോട് രവി പറഞ്ഞു വെക്കുന്നത്. എങ്ങനെ മനസ്സിലാക്കാം ഈ പാലോട് രവിയുടെ വിശദീകരണം? ഒപ്പം ഈ രാജി വിവാദങ്ങൾ എങ്ങനെയാണ് കൊഴുക്കുന്നത്? തീർച്ചയായും അശ്വതി, തികച്ചും അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങളാണ് സംസ്ഥാനത്ത് കോൺഗ്രസിലുണ്ടായിരിക്കുന്നത്. കോൺഗ്രസിലെ സംസ്ഥാനത്തെ, അതായത് തലസ്ഥാനത്തെ DCC അധ്യക്ഷനായിരിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രമുഖ നേതാവ്, തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസിന്റെ ഒരു മുഖം എന്നൊക്കെ പറയുന്ന ഏറ്റവും മുതിർന്ന നേതാവായ പാലോടി രവി ഒരു പ്രാദേശിക നേതാവിനോട് ഫോണിൽ സംസാരിക്കുന്നത് പുറത്താകുന്നു. അത് വിവാദ ഫോൺ സംഭാഷണമായി മാറുന്നു. ആ ഫോൺ സംഭാഷണത്തെ അദ്ദേഹം സംസ്ഥാനത്ത് കോൺഗ്രസിനെ വെട്ടിലാക്കുന്നു. അതായത് കോൺഗ്രസ് പൂർണ്ണമായും ഒരു എടുക്കാച്ചരക്കായി മാറുമെന്നും ഇനി UDF അധികാരത്തിലുണ്ടാവുകയില്ല, തുടർ ഭരണം LDFന് തന്നെ വീണ്ടും സംഭവിക്കുമെന്നും സംസ്ഥാനത്ത് BJP വലിയ രീതിയിൽ തന്നെ ഒരു ഉണർവിന്റെ പാതയിലാണ്, വലിയ രീതിയിൽ കുതിച്ചു മുന്നേറുമെന്നൊക്കെ അർത്ഥമാക്കുന്ന അതേ രീതിയിൽ അദ്ദേഹം ഫോൺ സംഭാഷണത്തിൽ പ്രാദേശിക നേതാവിനോട് പറയുന്നു. ഇത് പൂർണ്ണമായും സംസ്ഥാനത്ത് കോൺഗ്രസിനെ പൂർണ്ണമായും വെട്ടിലാക്കുന്ന ഒരു ഫോൺ സംഭാഷണമാണ്. പിന്നീട് ഇത് വിവാദമായി സംഭാഷണം പുറത്തു വന്നതോടുകൂടി അദ്ദേഹം വലിയ രീതിയിൽ വിശദീകരണവുമായൊക്കെ വന്നു. താൻ നിരപരാധിയാണ്, താൻ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് പ്രവർത്തകരെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. മാത്രമല്ല കേന്ദ്ര നേതൃത്വത്തിന് തന്നെ ഈ രീതിയിൽ താഴെത്തട്ടി ഗ്രാസ് റൂട്ടിലെ പ്രവർത്തനം വളരെ ദുർബലമാണ്, ഇവരെ ഉത്തേജിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഒരു ശാസന എന്ന രൂപത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അതിൽ ദീർഘനേരം സംസാരിച്ച ഫോൺ സംഭാഷണത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം എഡിറ്റ് ചെയ്തത് തനിക്കെതിരെ എന്ന രീതിയിൽ ഒരു തികച്ചും പോസിറ്റീവായി താൻ ചെയ്ത ഒരു പ്രവൃത്തിയാണ്. അത് നെഗറ്റീവായി വന്നത് താൻ നിരപരാധിയാണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചെങ്കിലും പക്ഷേ നിർണായകമായൊരു സമയമായതുകൊണ്ട്, കാരണം ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് നാടുകൾ മാത്രമേ ബാക്കി നിൽക്കുകയുള്ളൂ. ഈ സമയത്ത് ഏറ്റവും മുതിർന്ന നേതാവായ അത് പാലോടി രവി ഇപ്പോൾ ഒരു DCC അധ്യക്ഷന്റെ ഭാഗത്തു നിന്ന് താഴെത്തട്ടിൽ പ്രവർത്തകരെ നിർവീര്യമാക്കുന്ന, അല്ലെങ്കിൽ പ്രവർത്തകരുടെ ആത്മവീര്യം പൂർണ്ണമായും ചോരുന്ന രീതിയിൽ ഈ ഒരു മുതിർന്ന നേതാവിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്നുകൊണ്ട് ഇദ്ദേഹത്തിന് ഇങ്ങനെ സംസാരിച്ചത് അത് പൂർണ്ണമായും ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കടുത്ത അതിർത്തിയിൽ തന്നെയാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഫോൺ സംഭാഷണം പുറത്തു വന്നു. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിൽ നിന്ന് രാജി ചോദിച്ചു വാങ്ങുകയായിരുന്നു KPCC നേതൃത്വം. ഉടനടി അദ്ദേഹം രാജി വെച്ചൊഴിയുന്നു. ആ രാജി അംഗീകരിച്ചതായി, രാജി സ്വീകരിച്ചതായും KPCC അധ്യക്ഷൻ തന്നെ വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും വളരെ ഏറ്റവും നിർണായകമായ ഒരു നീക്കമാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നുണ്ടായത്, കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടായത്. കാരണം ഈ ഒരു തെറ്റിന് ഇനി ഈ ഒരു ഏതെങ്കിലും രീതിയിൽ ഇദ്ദേഹത്തോടൊന്ന് പൊറുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇദ്ദേഹത്തോട് ഒരർത്ഥത്തിലൊരു മാപ്പ് നൽകുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ രീതിയിൽ തിരിച്ചടിയുണ്ടാകും. പ്രത്യേകിച്ച് ഏറ്റവും സുപ്രധാനമായ ഒരു കാലയളവിലൂടെ കടന്നുപോയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന് ഒരു നേതാവിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അദ്ദേഹം എന്ത് തന്നെ ന്യായീകരണം നൽകിയാലും അത് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ന്യായീകരിക്കാനാവുകയില്ല എന്ന ഒരു വിലയിരുത്തലാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തെറ്റ്, അല്ലെങ്കിൽ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് തെറ്റാണോ ഒരു അപരാധമാണോ അദ്ദേഹം ചെയ്തതോ എന്നതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു വീഴ്ച അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ആ വീഴ്ചയ്ക്ക് മാതൃകാപരമായ ഒരു ശിക്ഷാ നടപടി എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന് രാജി സംസ്ഥാന നേതൃത്വം ചോദിച്ചു വാങ്ങിയത്. അതോടൊപ്പം തന്നെ ഈ ഫോൺ സംഭാഷണം പുറത്തുവിട്ടത് ഒരു പ്രാദേശിക നേതാവാണ്. തിരുവനന്തപുരത്ത് വാമനപുരത്തെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി
ഉണ്ടായിരിക്കുന്ന എ ജലീലാണ്. ജലീലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന്, അതായത് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തിരിക്കുകയാണ്. തികച്ചും മാതൃകാപരമായി. കാരണം ഉടനടി അടിയന്തരമായ നടപടി തന്നെ ഇക്കാര്യത്തിൽ കോൺഗ്രസ്, സാധാരണ കോൺഗ്രസ് ഒരു ചർച്ചയ്ക്കോ അതിനപ്പുറത്തേക്ക് മറ്റൊരു തന്നെ തീരുമാനത്തിനും കാത്തു നിൽക്കാതെ അടിയന്തരമായി തന്നെ പാലോടി രവിയിൽ നിന്ന് DCC അധ്യക്ഷ സ്ഥാനം രാജി ചോദിച്ചു വാങ്ങി അദ്ദേഹം അതേപടി തന്നെ അനുസരിക്കുകയും ചെയ്തു, രാജി ഉടൻ നൽകുകയും ചെയ്തു. പക്ഷേ ഈ സമയത്ത് അദ്ദേഹത്തോട് പ്രതികരണത്തിനായി മാധ്യമങ്ങളൊക്കെ ചെന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നു, ഒപ്പം തന്നെ DCC ഓഫീസിലൊക്കെ പോയെങ്കിലും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. ഇക്കാര്യത്തിൽ തനിക്ക് ഒന്നും തന്നെ പറയാനില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതേസമയം ഈ വാർത്ത പുറത്തു വന്ന സമയത്തൊക്കെ അദ്ദേഹം വലിയ രീതിയിൽ എല്ലാ മാധ്യമങ്ങളോടും മാധ്യമ സമ്മേളനം തന്നെ വിളിച്ചു ചേർക്കുകയും തനിക്ക് പറയാനുള്ള തന്നെ നിരപരാധിത്വം മുഴുവൻ പറഞ്ഞുവെങ്കിലും ഇപ്പോൾ ഈ രാജി, കാരണം ആ സമയത്ത് അദ്ദേഹം വലിയ പൂർണ്ണമായ ഒരു ആത്മവിശ്വാസത്തിലായിരുന്നു. കാരണം തന്നെ KPCC നേതൃത്വം ആ രീതിയിൽ ഒരു നടപടിയിലേക്ക് വരേണ്ട ഒരു കാര്യമേ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞുവെങ്കിൽ പോലും പിന്നീട് നേതാക്കൾ തന്നെ നേതൃത്വം ഇടപെട്ട് ഈ ഒരു വിഷയത്തിൽ കൃത്യമായൊരു നടപടി ഉണ്ടാകണമെന്ന വിലയിരുത്തലാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഒട്ടും അമാന്തിക്കാതെ പാലോടി രവിയിൽ നിന്ന് KPCC നേതൃത്വം രാജി ചോദിച്ചു വാങ്ങുകയും അദ്ദേഹം രാജി വെച്ചൊഴിയുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ അത് ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. അശ്വതി, അതുതന്നെയാണ് പെട്ടെന്നുള്ള ഒരു നടപടി. വിവാദ ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെ തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോട് രവി രാജിവെച്ചിരിക്കുന്നു. പാലോട് രവി സമർപ്പിച്ച രാജി സ്വീകരിച്ചതായി KPCC പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം പാലോട് രവിയുമായുള്ള ഫോൺ സംഭാഷണം ജലീലാണ് പുറത്തുവിട്ടത്. ജലീലിനെയും പാർട്ടിയിൽ നിന്നും പുറത്താക്കി. വിവരങ്ങളാണ് അൺഫിൽറ്റഡ് ഡിസൂസ തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്. ഇനി പാലോട് രവിയുടെ പ്രതികരണം നോക്കാം. ഫോൺ സംഭാഷണം വിവാദമായതോടെ വിശദീകരണവുമായി പാലോട് രവി രംഗത്ത് വന്നിരുന്നു. കോൺഗ്രസ് സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനും താഴെത്തട്ടിൽ പ്രവർത്തകരെ ഉത്തേജിപ്പിക്കുന്നതിനും വേണ്ടിയാണ് താൻ അങ്ങനെ സംസാരിച്ചത് എന്നാണ് പാലോട് രവി അമൃത ന്യൂസിനോട് പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ താഴെത്തട്ടിലെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തണമെന്ന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രാദേശിക നേതാക്കൾക്ക് ഈ രീതിയിൽ മുന്നറിയിപ്പ് നൽകിയതെന്നും പാലോട് രവി വിശദീകരിച്ചു. എന്നോട് വിളിക്കുന്ന ഒരു പ്രവർത്തകരാണ്. അവിടെയുള്ള ഭിന്നത പറയാനാണ്. അയാൾ സംസ്ഥാനത്തിൻ്റെ ജില്ലയുടെ ഒന്നുമില്ല, സംസ്ഥാനത്തൊന്നും ഒരു ഭിന്നതയും ഇപ്പോൾ ഇല്ല. കേരളത്തിൽ സംസ്ഥാനത്ത് ഭിന്നതയില്ലാത്തൊരു പാർട്ടി ഈ കാലഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയാണ്. ഒരു ഭിന്നതയും ഇല്ല. എനിക്ക് DC പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ നന്നായിട്ട് അറിയാം. പിന്നെന്താ, അവിടെയുള്ള ഭിന്നത പറയുമ്പോൾ സ്വാഭാവികമായും അവനോട് പറയേണ്ടത് നിൻ്റെ പാർട്ടി തിരിച്ചു വരണമെങ്കിൽ, നിൻ്റെ പാർട്ടി ആ പഞ്ചായത്തിൽ ജയിക്കണമെങ്കിൽ, നമുക്കവിടെ കോൺഗ്രസ് പാർട്ടിയുടെ കൊടി ഉയർത്തി അഭിമാനത്തോടെ നിൽക്കണമെങ്കിൽ നിശ്ചയമായും ഇവിടെ അല്ലെങ്കിൽ ഇത് സംഭവിക്കും, നീ അറിയണം എന്നുള്ളത് അവരെ ഓർമ്മിപ്പിക്കുകയാണ്. അത് ഓർമ്മിപ്പിക്കുക എന്നുള്ളത് DCC പ്രസിഡൻറ്റിൻ്റെ കർത്തവ്യമാണ്. പ്രവർത്തകനോടാണ് ഞാൻ സംസാരിച്ചത്. ഇതൊരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയോ ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുകയോ ഞാൻ ഏതെങ്കിലും ഒരു പബ്ലിക് മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലിനോട് സംസാരിക്കുകയോ, ഞാൻ എൻ്റെ പ്രവർത്തകനോട് സംസാരിച്ചതാണ്. നീ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഈ വക കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരാൻ കഴിയില്ല, അല്ലെങ്കിൽ നമ്മുടെ ഗതി ഇതാകും, കോൺഗ്രസ് പാർട്ടിയുടെ ഗതി ഇതാകും. ഒരു തവണ കൂടെ നമുക്ക് കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ നല്ല ഉണർവ് ഈ ജില്ലയിലുണ്ടായിട്ടുണ്ട്. VD സതീഷിനെതിരെ പറഞ്ഞതിൽ മാറ്റമില്ലെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഘടകകക്ഷികളെ കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് സതീഷിനില്ല. സതീശൻ ഗുരുധർമ്മം പഠിപ്പിക്കേണ്ട എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. 3ാം തവണയും ഇടതുപക്ഷം അധികാരത്തിൽ വരും. ഇടത് സർക്കാരിന്റെ കാലത്തും സാമൂഹിക നീതി നടപ്പായില്ല, മതാധിപത്യം കടന്നുവന്നുവെന്നും വെള്ളാപ്പള്ളി നടേശൻ തൊടുപുഴയിൽ പറഞ്ഞു. ശക്തമായിട്ട് ഒട്ടുകൂടിയില്ല, ഇനി ഇച്ചിരി കടുപ്പിച്ചു പോയി. നിങ്ങളെന്തല്ലേ എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ട്? ഇത് രാഷ്ട്രീയക്കാരനല്ലേ, എനിക്ക് പോയ തൊപ്പിപ്പാളാണ്. ഇപ്പൊരു പ്രതിപക്ഷത്തിൽ നിന്ന് കാണിക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത്. സ്വന്തം കക്ഷിയിൽപ്പെട്ട KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞു അതിനെതിരെ പിറ്റേ ദിവസം ആൾ പറയുന്നത്. ഇതാണോ മര്യാദ? ഇതാണ് സംസ്കാരം? ഇതാണോ രാഷ്ട്രീയം? അതുകൊണ്ട് മറുപടിയായിട്ട് ജയിക്കും എന്നുള്ളതുകൊണ്ട് ഇനി അഹങ്കാരം എന്ന് പറഞ്ഞാൽ അയാളുടെ ആപത്ത് തുടങ്ങണം. അഹങ്കാരം അയാളുടെ സർവാധിപ അയാളുടെ ഉദ്ദേശം ഇതൊന്നുമല്ല, അവിടെ ജയിക്കുകയല്ല. അവിടെ മുഖ്യമന്ത്രി ആകാനല്ല നടക്കുന്നത്. മുഖ്യമന്ത്രി ആയസോട് കേരളത്തിലാകുന്നതല്ല. അതിനുള്ള മെയ്വഴക്കോ ഘടകകക്ഷികളെ കൊണ്ടുനടക്കാനുള്ള ഒരു കഴിവ് അയാൾക്കില്ല. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് മറുപടി പറയാനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശ്രീനാരായണ ഗുരു പറയാൻ പാടില്ലെന്ന് പറഞ്ഞത് എന്താണോ അതാണ് വെള്ളാപ്പള്ളി പറയുന്നതെന്നും VD സതീശൻ പറഞ്ഞു. ആര് കേരളത്തിൽ വർഗീയത പറഞ്ഞാലും അതിനെ എതിർക്കുമെന്നും VD സതീശൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഞാൻ ശ്രീനാരായണീയനും കൂടിയാണ്. ശ്രീനാരായണ ഗുരുദേവനെ ഇഷ്ടപ്പെടുന്ന ഒരാളും അദ്ദേഹത്തിൻ്റെ ദർശനത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ്. ആ ശ്രീനാരായണ പ്രചാരകൻ കൂടിയാണ് ഞാൻ. ശ്രീനാരായണ ഗുരുദേവൻ എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അത് അദ്ദേഹം പറയുന്നെന്ന് മാത്രമേ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പരാതിയുള്ളൂ. ഗുരുദേവൻ എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, എന്താണ് പറയാൻ പാടില്ലാത്തത്,
എന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം പ്രത്യേക സംഘം അന്വേഷിക്കും. അന്വേഷണത്തിന് 2 അംഗ സമിതിയെ നിയോഗിച്ചു. മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. നിലവിലെ അന്വേഷണത്തിന് പുറമെയാണ് പ്രത്യേക അന്വേഷണം. സംഭവം അത്യന്തം ഗൗരവമുള്ളതാണെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ, മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരാണ് പ്രത്യേക അന്വേഷണം നടത്തുക. നിലവിൽ വകുപ്പുതല അന്വേഷണവും പോലീസ് അന്വേഷണവും നടക്കുന്നുണ്ട്. അതിനു പുറമെയാണ് സമഗ്ര അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. സംഭവം അത്യന്തം ഗൗരവമുള്ളതാണെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു. അടുത്ത 3 മാസത്തിനകം പ്രധാനപ്പെട്ട 4 ജയിലുകളിലും വൈദ്യുതി ഫെൻസിംഗ് പ്രവർത്തനക്ഷമമാക്കാനും സൂക്ഷ്മതലത്തിൽ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന ഇന്റലിജന്റ് CCTV സ്ഥാപിക്കാനും യോഗത്തിൽ തീരുമാനമായി. കൂടാതെ ഒരു സ്ഥലത്ത് 5 വർഷം പൂർത്തിയാക്കിയ ജയിൽ ജീവനക്കാരെ മാറ്റും. തടവുകാരുടെ എണ്ണം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് പുതിയ സെൻട്രൽ ജയിൽ ആരംഭിക്കാനും തീരുമാനമായി. ഇതിനായി കോട്ടയം, പത്തനംതിട്ട മേഖലകളിൽ സ്ഥലം കണ്ടെത്തും. അതേസമയം നിലവിൽ നടക്കുന്ന അന്വേഷണങ്ങൾ അതിവേഗം പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടി പിടിയിലായ സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദചാമിയെ വിയൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് എത്തിച്ചു. ഉച്ചയ്ക്ക് 12:30യോടെയാണ് ഗോവിന്ദചാമിയെ വിയൂരിൽ എത്തിച്ചത്. കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന വിയൂരിലെ അതിസുരക്ഷാ ജയിലിലെ ഏകാന്ത സെല്ലിലാണ് ഗോവിന്ദചാമിയെ പാർപ്പിക്കുക. ഗോവിന്ദചാമിയെ വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിൽ തന്നെ പാർപ്പിക്കുക എന്നത് വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് വിയൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. ഉച്ചയ്ക്ക് 12:30യോടെയാണ് ഗോവിന്ദചാമിയെ വിയൂരിൽ എത്തിച്ചത്. കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന ജയിലാണ് വിയൂർ അതീവ സുരക്ഷാ ജയിൽ. 536 പേരെ പാർപ്പിക്കാൻ ശേഷിയുള്ള ജയിലിൽ നിലവിൽ 125 കൊടും കുറ്റവാളികളാണുള്ളത്. അവിടേക്കാണ് ഗോവിന്ദചാമി കൂടി എത്തുന്നത്. സെൻട്രൽ ജയിലുകളെ അപേക്ഷിച്ച് വലിയ സുരക്ഷാ സംവിധാനമാണ് വിയൂർ അതീവ സുരക്ഷാ ജയിലിലുള്ളത്. 4.2 മീറ്റർ ഉയരത്തിലുള്ള സെല്ലുകളിൽ CCTV ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട്. സെല്ലുകളിൽ ഉള്ളവർക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ കഴിയില്ല. ഭക്ഷണം കഴിക്കാൻ പോലും കുറ്റവാളികളെ പുറത്തേക്കിറക്കാതെ സെല്ലുകളിലേക്ക് എത്തിച്ചു നൽകും. ജയിലിന് പുറത്ത് 6 മീറ്റർ ഉയരത്തിൽ 700 മീറ്റർ ചുറ്റളവിലുള്ള മതിലും അതിനു മുകളിൽ 10 അടി ഉയരത്തിൽ വൈദ്യുതി വേലിയുമുണ്ട്. കൂടാതെ 4 വാച്ച് ടവറുകളും 24 മണിക്കൂറും ആയുധധാരികളായ സുരക്ഷാ ഉദ്യോഗസ്ഥരും അടക്കമുള്ള ജയിൽ കൂടിയാണ് വിയൂർ അതീവ സുരക്ഷാ ജയിൽ. അതുകൊണ്ട് തന്നെ ഒരു കുറ്റവാളിക്ക് ജയിൽ ചാടുക എന്നത് അസാധ്യമാണ്. അമൃത ന്യൂസ്, തൃശൂർ. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. നാളെ 9 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ തെക്കൻ ജില്ലകളിലും മഴക്കെടുതി രൂക്ഷം. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ന് ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ റെഡ് അലർട്ടായിരുന്നു. വരും ദിവസങ്ങളിൽ മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിനും സാധ്യതയുണ്ട്. സംസ്ഥാനത്തെ വിവിധ തീരങ്ങളിൽ നാളെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. കനത്ത കാറ്റിലും മഴയിലും പത്തനംതിട്ട ജില്ലയിൽ വ്യാപക നാശനഷ്ടം. ഒട്ടേറെ വീടുകളും വാഹനങ്ങളും തകർന്നു. റാന്നി, അടൂർ മേഖലകളിലായി 100-ലധികം മരങ്ങളാണ് കടപുഴകി വീണത്. പന്തളം, പൂഴിക്കാട്ട് സർക്കാർ UP സ്കൂളിന് മുന്നിലെ മരവും കടപുഴകി വീണു. പ്രമാടം, ഇളകൊള്ളൂർ മേഖലകളിലായി 6 വീടുകൾക്ക് മുകളിലേക്ക് മരം വീണു. വായ്പൂർ പാലത്താനം നഗറിലെ ശാന്തമ്മയുടെ വീടും മഴയിൽ തകർന്ന് 2 പേർക്ക് പരിക്കുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. തിരുവല്ല താലൂക്കിൽ 3 ക്യാമ്പുകളാണ് തുറന്നത്. ദുരന്ത സാധ്യത കണക്കിലെടുത്ത് 14 കുടുംബങ്ങളിലെ 53 പേരെ മാറ്റിപ്പാർപ്പിച്ചു. കൊല്ലം ശാസ്താംകോട്ടയിൽ കടകൾ ഇടിഞ്ഞു താണു. പള്ളിക്കശ്ശേരി ശ്രീമംഗലത്താണ് അപകടം. 23 വർഷങ്ങൾക്ക് മുൻപ് കോൺക്രീറ്റിൽ നിർമ്മിച്ച കടകളാണ് തകർന്നത്. കടയിൽ ആളുകളില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. പുനലൂർ മൂവാറ്റുപുഴ ദേശീയപാതയിൽ പത്തനാപുരം അലുമുക്കിൽ ലോറിക്ക് മുകളിലേക്ക് കൂറ്റൻ മരം കടപുഴകി വീണു. സിമന്റ് ഇറക്കുന്നതിനായി നിർത്തിയിട്ടിരിക്കുകയായിരുന്ന ലോറിക്ക് മുകളിലേക്കാണ് മരം വീണത്. കൊല്ലം ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ തെന്മല ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി. ഡാമിന്റെ 2 ഷട്ടറുകളാണ് ഉയർത്തിയത്. കിഴക്കൻ മലനിരകളിൽ മഴ ശക്തമായി നിൽക്കുന്നതിനാൽ തെന്മല ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ ലഭിക്കുകയും വലിയ നീരൊഴുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. തലസ്ഥാനത്തും ശക്തമായ കാറ്റും മഴയുമാണ് അനുഭവപ്പെടുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
കനത്ത മഴയിൽ മധ്യകേരളത്തിൽ വ്യാപക നാശനഷ്ടം. ഇടുക്കി ഉടുമ്പൻചോലയിൽ മരം വീണ് തോട്ടം തൊഴിലാളി മരിച്ചു. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ മിന്നൽ ചുഴലിയിൽ വീടിന്റെ മുകൾ വശം പറന്നുപോയി. എറണാകുളം എടത്തലയിൽ കുന്നിടിഞ്ഞ് വീണ് വീട് തകർന്നു. എറണാകുളം, തൃശൂർ, ഇടുക്കി എന്നീ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 2 ദിവസമായി തുടരുന്ന കനത്ത മഴ മധ്യകേരളത്തിൽ വ്യാപക നാശനഷ്ടമാണ് വിതച്ചത്. എറണാകുളം ജില്ലയിൽ ഇന്ന് 10 വീടുകൾ ഭാഗികമായി തകർന്നു. എറണാകുളം എടത്തലയിൽ വീടിന് പിൻവശത്തെ കുന്നിടിഞ്ഞ് വീട് തകർന്നു. കൈലാസ് നഗറിൽ കാത്താമ്പുറം വീട്ടിൽ ലൈജുവിന്റെ വീടിനാണ് കേടുപാടുകൾ സംഭവിച്ചത്. കലൂർ, കളമശ്ശേരി, കാലടി എന്നിവിടങ്ങളിൽ റോട്ടിൽ വെള്ളക്കെട്ടും രൂക്ഷമായിരുന്നു. ഇടുക്കി ഉടുമ്പൻചോലയിൽ മരം വീണ് തോട്ടം തൊഴിലാളി മരിച്ചു. തമിഴ്നാട് തേവാരം സ്വദേശി ലീലാവതിയാണ് മരിച്ചത്. തൊമ്മൻകുത്ത് പുഴ കരകവിഞ്ഞൊഴുകിയതിനാൽ സമീപത്തെ വീടുകളിലും കുരിശുപള്ളിയിലും വെള്ളം കയറി. തൊടുപുഴ തൊമ്മൻകുത്ത് റോഡിലെ ചപ്പാത്ത് പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. ഇതേ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതവും പൂർണ്ണമായും സ്തംഭിച്ചു. തൃശൂർ ഇരിങ്ങാലക്കുട പടിയൂരിൽ മിന്നൽ ചുഴലി വീശി. നിരവധി മരങ്ങൾ കടപുഴകി വീണു. വീടിന്റെ മുകൾ വശം പറന്നുപോയി. ഇന്ന് രാവിലെയാണ് കനത്ത കാറ്റ് പ്രദേശത്ത് വ്യാപകമായ നാശനഷ്ടം ഉണ്ടാക്കിയത്. കൊണ്ടാഴിയിൽ ശക്തമായ മഴയിൽ കിണർ ഇടിഞ്ഞു താണു. മായന്നൂർ കുന്നത്ത് വീട്ടിൽ ഉഷയുടെ കിണറാണ് ഇടിഞ്ഞു താണത്. ആലപ്പുഴ ആറാട്ടുപുഴ പെരുമ്പിള്ളിയിൽ കടലാക്രമണവും രൂക്ഷമായിരുന്നു. കടലാക്രമണത്തിൽ ഒരു വീട് തകർന്നു. മഴ ശക്തമായി തുടരുന്നതിനാൽ എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് റെഡ് അലർട്ടായി ഉയർത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കൊച്ചി. കനത്ത നാശം വിതച്ച് വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. അതേസമയം കോഴിക്കോട് കട്ടിപ്പാറയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് സമീപ പ്രദേശത്തെ 21 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മാനന്തവാടി താലൂക്കിലെ റിസോർട്ട് ഹോം സ്റ്റേകളിലേക്കുള്ള പ്രവേശനവും നിരോധിച്ചു. കക്കയം ഡാമിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഇതിനാൽ ഡാമിലെ അധിക ജലം പുഴയിലേക്ക് ഒഴുക്കിവിടുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. വെള്ളിയാഴ്ച രാത്രി മുതൽ തന്നെ വടക്കൻ കേരളത്തിൽ മഴ ശക്തമാണ്. ഇതേ തുടർന്ന് കോഴിക്കോട് നഗരത്തിലെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ശക്തമായ മഴയിൽ കട്ടിപ്പാറയിൽ വനത്തിനുള്ളിൽ മണ്ണിടിച്ചിലുണ്ടായി. ഇതോടെ സമീപ പ്രദേശത്തെ 21 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കൂടാതെ കുറ്റ്യാടി ചുരത്തിലും കൊടിയത്തൂരിലും ശക്തമായ കാറ്റിൽ മരങ്ങൾ നിലംപൊത്തി. കൂടരഞ്ഞി സ്വദേശി ഹംസ, തോട്ടത്തിൽ ഹനീഫ എന്നിവരുടെ വീടിന് മുകളിലും മരം വീണു. വയനാട് ജില്ലയിലെ പൊയിൽ, കാപ്പിക്കളം, ചുങ്കം, കമ്പിപ്പാലം, എസ് വളവ് എന്നിവിടങ്ങളിലെ പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. കമ്പിപ്പാലത്ത് ഏത് നിമിഷവും വീടുകളിലേക്കും മറ്റും വെള്ളം കയറാൻ സാധ്യതയുള്ളതിനാൽ അധികൃതർ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മാനന്തവാടി താലൂക്കിലെ വെള്ളമുണ്ട, തവിഞ്ഞാൽ, തിരുനെല്ലി, തൊണ്ടർനാട്, വൈത്തിരി താലൂക്കിലെ പടിഞ്ഞാറത്തറ, തരിയോട്, പൊഴുതന, മേപ്പാടി, വൈത്തിരി, മൂപ്പൈനാട് ഗ്രാമപഞ്ചായത്തുകളിലെ റിസോർട്ടുകളുടെയും ഹോം സ്റ്റേകളുടെയും പ്രവർത്തനവും നിരോധിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത പ്രദേശത്ത് നോ ഗോൺ സോൺ മേഖലയിലേക്കുള്ള പ്രവേശനം ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിർത്തിവെച്ചതായും ജില്ലാ കളക്ടർ അറിയിച്ചു. കാസർഗോഡ് കായക്കുന്നിൽ ബസിന് മുകളിൽ മരം പൊട്ടി വീണ് 5 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കാഞ്ഞങ്ങാട് വീടിന് മുകളിലേക്കും വൻമരം കടപുഴകി വീണു. അധ്യാപകനായ സി കുഞ്ഞികൃഷ്ണന്റെ വീടിന് മുകളിലാണ് മരം വീണത്. സംഭവ സമയം വീട്ടുകാർ പുറത്തുപോയതിനാൽ വൻ അപകടമൊഴിവായി. മലപ്പുറം, കണ്ണൂർ ജില്ലകളിലും കനത്ത മഴ തുടരുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കോഴിക്കോട്. കനത്ത മഴയിൽ കാസർകോട്ടെ തീരമേഖലകളിൽ കടലാക്രമണം രൂക്ഷം. ചെമ്പരിക്ക, അജാനൂർ, കടപ്പുറം, ഉദുമ എന്നിവിടങ്ങളിൽ തീരദേശ റോഡുകൾ പൂർണ്ണമായും തകർന്നു. 100ഓളം തെങ്ങുകളും കടപുഴകി വീണു. ദിവസങ്ങളായി തുടരുന്ന കടലാക്രമണത്തിൽ ഹൊസ്ദുർഗ്, കാസർഗോഡ് താലൂക്കുകളിലെ തീരമേഖലകളിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച് ജീവിതം ദുസ്സഹമാകുകയാണ്. ഉപ്പള, ബേരിക്കയിലും പെരിങ്ങടിയിലും തീരദേശ റോഡ് 1.5 കിലോമീറ്ററോളം തകർന്നു. കാഞ്ഞങ്ങാട്, അജാനൂർ, ഉദുമയിലെ ജന്മ, കടപ്പുറം എന്നിവിടങ്ങളിലും തീരദേശ റോഡ് തകർന്നിട്ട് ദിവസങ്ങളായി. അജാനൂർ കടപ്പുറത്ത് ഫിഷ് ലാൻഡിംഗ് സെന്ററും തകർച്ചാ ഭീഷണി നേരിടുകയാണ്. ജന്മ, കടപ്പുറം മുതൽ നാർച്ചിക്കുണ്ട് വരെയുള്ള തീരമേഖലയിൽ 100-ലധികം തെങ്ങുകൾ തിരയിടിച്ചിലിൽ കടപുഴകി വീണതിന്റെ സങ്കടത്തിലാണ് പ്രദേശവാസികൾ. യാത്രാ ദുരിതത്തിന് ഇടയാക്കും വിധത്തിൽ റോഡുകൾ തകർന്നിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല. മഞ്ചേശ്വരത്ത് കുമ്പള, കോയിപ്പാടി, പെറുവാട് എന്നിവിടങ്ങളിൽ 100 മീറ്ററോളം കര കടലെടുത്തു. കീഴൂർ ചെമ്പരിക്ക കടപ്പുറത്തെ ഒരു വീട്ടിലേക്ക് കടൽ ഇരച്ചു കയറുകയും ചെയ്തു.
കീഴൂർ കടപ്പുറത്ത് അധികൃതരുടെ ഇടപെടലില്ലാത്തത് തീരദേശവാസികളിൽ കടുത്ത പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കി. 2 വർഷം മുൻപ് ജിയോ ബാഗുകൾ സ്ഥാപിക്കാമെന്ന് ജില്ലാ കലക്ടറും MLAയും ഉൾപ്പെടെയുള്ളവർ ഉറപ്പേകിയ തൃക്കണ്ണാട് കടപ്പുറം അടക്കമുള്ള സ്ഥലങ്ങളിൽ യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല. അമൃത ന്യൂസ്, കാസർഗോഡ്. ടോപ് 10 സ്പെഷ്യൽ സ്റ്റോറി നോക്കാം. ശക്തമായ കാറ്റും മഴയും കടൽക്ഷോഭവും കാരണം മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ഉപജീവന മാർഗം അടയുമ്പോൾ അതിന് പകരമായി നൽകാമെന്ന് പറഞ്ഞ ധനസഹായവും ഭക്ഷണ കിറ്റും ആർക്കും ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. തീരദേശ വാർഡുകളെ മാത്രം തരംതിരിച്ച് ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ അധികമായി വോട്ടർമാരുടെ എണ്ണം കൂട്ടിയതും തീരദേശ ജനതയ്ക്ക് തിരിച്ചടിയായി. വാർത്ത കാണാം. അതിമനോഹരമായ മണൽത്തിട്ടകളിലേക്ക് അടിച്ചു കയറുന്ന തിരമാലകൾ, അനന്തതയിലേക്ക് അതിവിശാലമായ തിരക്കൈകൾ നീട്ടി ആരെയും മോഹിപ്പിക്കുന്ന കടൽ. അങ്ങനെ കടലെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ചിത്രങ്ങൾ പലതാണ്. തീരദേശവാസികൾക്ക് കടൽ അന്നവും ജീവിതമാർഗവും ഉറപ്പു നൽകുന്നവളാണ്. എന്നാൽ നമ്മൾ ഓർക്കുന്ന മനോഹാരിതയൊന്നും അവർ കാണുന്ന കടലിനില്ല. തുടർച്ചയായി ഉണ്ടാകുന്ന കടലാക്രമണങ്ങൾക്ക് മുന്നിൽ ഇനി എന്ത് എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് തീരദേശ ജനത. വീടിനുള്ളിൽ നിന്നാൽ തിര വന്നു തൊടുന്ന അവസ്ഥ. കാറ്റും മഴയും ശക്തമാകുമ്പോൾ ജാഗ്രതാ നിർദ്ദേശങ്ങളുടെ ഭാഗമായി മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തും. പിന്നീട് മാസങ്ങളോളം ചിലപ്പോൾ മത്സ്യബന്ധനം നടത്താനാവില്ല. ശക്തമായ കാറ്റിലോ കടലാക്രമണത്തിലോ പെട്ട് അപകടമുണ്ടാകാതെ ഇരിക്കാനാണ് ഇത്തരം വിലക്ക്. എന്നാൽ വിലക്കേർപ്പെടുത്തുമ്പോൾ ഉപജീവന മാർഗമില്ലാതെയാകുന്നു. പിന്നീട് കടുത്ത വറുതിയുടെ ദിനങ്ങളാണ്. ഇനി നമ്മൾ എങ്ങനെ ജീവിക്കും? നമ്മൾ ഈ കടൽ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. കടലിൽ പോകാനും പറ്റൂല, ചന്തയിൽ പോകാൻ അത് നോക്കിക്കഴിഞ്ഞാൽ തൂക്കം വന്നതുകൊണ്ട് നമുക്ക് ആ ജീവിതവും ഇല്ല. എല്ലാം ഓൺലൈൻ വഴി ആയതുകൊണ്ട് അതിൻ്റെ നമ്മളെ കൊണ്ടുപോകണവരൊന്നും വാങ്ങിക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്യും? നമ്മൾ എങ്ങനെ ജീവിക്കും? നിങ്ങൾ ധനസഹായം തരുമെന്ന് പറഞ്ഞാൽ ഈ വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ല, ഇവിടെ ആർക്കും നമുക്ക് ഒരു ധനസഹായവും ഈ തീരദേശത്ത് കിട്ടിയിട്ടില്ല. വിഫ ചുഴലിക്കാറ്റ്, ന്യൂനമർദ്ദം, അങ്ങനെ അനേകം പ്രതിസന്ധികൾ. കഴിഞ്ഞ 1 മാസമായി കടലിലെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. തീരദേശം പട്ടിണിയിലായിട്ടും ഒരു കുടുംബത്തിന് 1000 രൂപയും 6 കിലോ അരിയും നൽകാമെന്ന സർക്കാരിന്റെ വാഗ്ദാനം നടപ്പിലായിട്ടില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നു. അധികാരികളും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഭക്ഷണത്തിനും ഉപജീവനത്തിനും മാർഗമില്ലാതായതോടെ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികളിൽ പലരും സ്കൂളിൽ പോലും പോകാനാകാത്ത അവസ്ഥയിലാണ്. പകുതി അടർന്നു വീഴാറായ കെട്ടിടങ്ങൾക്കകത്താണ് പലരുടെയും ജീവിതം. ഇതിനിടെ തീരദേശ വാർഡുകളെ മാത്രം തരംതിരിച്ച് ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ അധികമായി വോട്ടർമാരുടെ എണ്ണം കൂട്ടിയത് തീരദേശ ജനതയ്ക്ക് തിരിച്ചടിയായി. കോർപ്പറേഷൻ വാർഡ് വിഭജന വോട്ടർമാരുടെ പട്ടികയിൽ തീരദേശ വാർഡുകളായ പൂന്തുറ, ഭീമാപ്പള്ളി, വെട്ടുകാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ 10,000 മുതൽ 16,000 വരെ വോട്ടർമാരുള്ളപ്പോൾ 7,000-ൽ താഴെയാണ് മറ്റു വാർഡുകളിലെ വോട്ടർമാർ. ചില വാർഡുകളിൽ 3,000-ൽ താഴെയാണ് വോട്ടർമാരുള്ളത്. ഇത് തീരദേശ വികസനത്തെ ഗുരുതരമായി ബാധിക്കുമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. വോട്ടർമാരുടെ ആനുപാതികമായി വാർഡ് വിഭജനം നടത്തി പുനഃക്രമീകരിക്കണമെന്നും അല്ലാത്തപക്ഷം കോടതിയെ സമീപിക്കുമെന്നും മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കുന്നു. സ്വന്തം ചിലവിൽ മണൽച്ചാക്കടുക്കി കടലാക്രമണത്തിൽ നിന്നും വീടുകൾക്ക് സംരക്ഷണമൊരുക്കുന്ന ഇവർക്ക് പുലിമുട്ടുകളിട്ട് സംരക്ഷണമൊരുക്കേണ്ടതുണ്ട്. വികസന പ്രവർത്തനങ്ങളെ പിന്നോട്ടടിക്കുന്ന വാർഡ് വിഭജനത്തിൽ കൃത്യമായ ഇടപെടലുണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കടൽക്ഷോഭം രൂക്ഷമായ സാഹചര്യത്തിൽ പുലിമുട്ടിൽ തീരദേശത്തിന് സംരക്ഷണം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സർക്കാർ വാഗ്ദാനം ചെയ്ത ധനസഹായവും ഭക്ഷ്യധാന്യ കിറ്റും വിതരണം ചെയ്യണമെന്നും അവർ ആവശ്യപ്പെടുന്നു. മക്കളെ സ്കൂളിൽ നേരെ ചെവ്വേ വിടാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്കും ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ കയ്യിൽ നിന്ന് പൈസ ചിലവാക്കിയാണ് കോർപ്പറേഷൻ്റെ വകയായിട്ട് കുറച്ച് ചാക്കടക്കി തന്നു. അതെല്ലാം തിര കൊണ്ടുപോയി. എന്നാലും ഞങ്ങൾ ഞങ്ങളുടെ കഴിയുന്ന വിധത്തിൽ ചാക്കിറക്കുകയും മണ്ണടിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും അധികാരികൾ ആരും വന്ന് തിരിഞ്ഞു നോക്കുകയോ ഏതാണ് ഇവർ കുടിച്ചോ ഉണ്ടോ ഉറങ്ങിയോ എന്ന് പോലും അവർ അന്വേഷിക്കുന്നില്ല. ഇലക്ഷൻ വരുമ്പോഴത്തേക്കും മോഹന വാഗ്ദാനങ്ങളും കൊണ്ടുവരും. അവിടെ കൊടുക്കുന്നു ഇവിടെ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് മോഹന വാഗ്ദാനങ്ങളും കൊണ്ടുവരും. ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യും ഇത് ചെയ്യും. ഞങ്ങൾ ഇതുവരെ ഒന്നും കണ്ടില്ല. അത് പിന്നെ ഇവിടെ പണിക്ക് പോയില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ട്. ഞങ്ങൾ കടലുകൊണ്ട് ജീവിക്കുന്നവരൊക്കെയാണ്. കടലുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇത്രയും കാലം കടലുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇപ്പം കടലിലിറങ്ങാതെ ഏകദേശം 3 മാസങ്ങളായി. അല്ല, ഒരു ആനുകൂല്യം പോലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരധികാരികളോ ആരും വന്ന് ഇവിടെ ഒന്നും തിരിഞ്ഞു വരാൻ നോക്കുന്നില്ല. ഇപ്പോൾ കുറേ വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അവരെ കയ്യിൽ നിന്നാണ് ചാക്കുകളൊക്കെ എടുത്ത് അവരാണ് കണ്ടെത്തി ക്ലേ കൊണ്ട് അടിച്ച് അവരിപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്.
പ്രഖ്യാപനങ്ങൾ മഴ ചൊരിയുന്നത് പോലെ നടക്കുന്നതല്ലാതെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നൊരു ഒരു ഇംപ്ലിമെൻറ്റേഷനും കാണുന്നില്ല. പ്രഖ്യാപിക്കുന്ന ഒരു പദ്ധതിയും മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടുന്നില്ല. അതിന് മത്സ്യത്തൊഴിലാളി തന്നെ ധാരാളം പ്രതികരണം നടത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുകയും പ്രഖ്യാപനങ്ങൾക്കൊരു ദാരിദ്ര്യവുമില്ലാതെ മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകരുതെന്ന് സർക്കാർ നിർദ്ദേശിക്കുന്നതിൻ്റെ ഏത് ദിവസമാണോ ആ ദിവസം 300 രൂപയും ഭക്ഷ്യധാന കിറ്റും കൊടുക്കുമെന്ന് പറഞ്ഞു. കൊല്ലത്ത് തേവലക്കര സ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ മരിച്ച സംഭവത്തിൽ അസാധാരണ നടപടി. തേവലക്കര സ്കൂൾ മാനേജ്മെന്റ് പിരിച്ചുവിട്ട് ഭരണം സർക്കാർ ഏറ്റെടുത്തു. സ്കൂൾ മാനേജറെ അയോഗ്യനാക്കി താൽക്കാലിക ചുമതല ഡിഇഒക്ക് നൽകി. വൈദ്യുത ലൈൻ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടതടക്കം സ്കൂൾ മാനേജ്മെന്റിന് വീഴ്ചയുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി. സ്കൂളിൽ ഗുരുതരമായ കൃത്യവിലോപമെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഭരണം സർക്കാർ ഏറ്റെടുത്തത്. നേരത്തെ സംഭവത്തിൽ മാനേജറുടെ വിശദീകരണം വിദ്യാഭ്യാസ വകുപ്പ് തേടിയിരുന്നു. അപകടകരമായ കമ്പി വലിച്ചത് പഴയ മാനേജറുടെ കാലത്താണ് എന്നായിരുന്നു സ്കൂൾ മാനേജറുടെ വിശദീകരണം. എന്നാൽ ഇത് തള്ളിയാണ് സർക്കാർ നടപടി. കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് സ്കൂളിന്റെ താൽക്കാലിക ചുമതല നൽകി. സ്കൂൾ മുന്നൊരുക്കം നടത്തുന്നതിൽ മാനേജ്മെന്റിൽ നിന്നും വീഴ്ചയുണ്ടായെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. തേവലക്കര സ്കൂളിലെ അപകടവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളതായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ മാനേജ്മെന്റിനെ പിരിച്ചുവിട്ട് സ്കൂളിൻ്റെ ഭരണം കൊല്ലം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർക്ക് കൈമാറിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവ് ഇറക്കും. മിഥുന്റെ മരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രധാന അധ്യാപികയ്ക്കെതിരെ മാത്രം നടപടിയെടുത്തത് വിവാദമായിരുന്നു. അതിന് പിന്നാലെയാണ് CPM നിയന്ത്രണത്തിലുള്ള മാനേജ്മെന്റിനെതിരെ മുഖം നോക്കാതെ നടപടിയെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ പോലീസ് പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ജൂലൈ 17-നാണ് കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന മിഥുൻ സ്കൂളിലെ വൈദ്യുത ലൈനിൽ നിന്നും ഷോക്കേറ്റ് മരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സ്കൂൾ മാനേജ്മെന്റ് പിരിച്ചുവിട്ടുകൊണ്ടുള്ള സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് തേവലക്കര സ്കൂൾ മാനേജർ ആർ തുളസീധരൻ പിള്ള അമൃത ന്യൂസിനോട് പ്രതികരിച്ചു. കുറ്റാരോപിതനാക്കി സ്കൂൾ മാനേജ്മെന്റിനെ മാത്രം ബലിയേടാക്കാനുള്ള നിലപാടിനെ എതിർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ പഞ്ചായത്തിന്റെയും ഒപ്പം KSCB-യുടെയും വീഴ്ചകളിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആ നടപടി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കാരണം എന്നോട് വിശദീകരണം ചോദിച്ചിരുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളും കാണിച്ച് വിശദീകരണം കൊടുത്തിട്ടുണ്ട്. വിശദീകരണം ഗവൺമെൻറ്റിന് തൃപ്തികരമല്ല. അതിൻ്റെ ഉചിതമായ നടപടി എടുത്തിട്ടുണ്ട്. അതിനകത്തൊരു വിഷയവുമില്ല. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ധീരജവാന്മാർക്ക് ആദരമർപ്പിച്ച രാജ്യം. ഇന്ത്യ ഗേറ്റിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സംയുക്ത സൈനിക തലവനും സേനാ തലവന്മാരും പുഷ്പചക്രം അർപ്പിച്ചു. ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ കേന്ദ്രമന്ത്രിമാരായ മൻസുഖ് മാണ്ഡവിയും സഞ്ജയ് സേത്തും ആദരം അർപ്പിച്ചു. രാജ്യം വിജയ് ദിവസ് സ്മരണയിലാണ്. കാർഗിൽ യുദ്ധവിജയത്തിന്റെ 26ാം വാർഷിക ദിനാചരണം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഡൽഹിയിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്, സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാനും ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ്, നേവി ചീഫ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി എന്നിവരും യുദ്ധസ്മാരകത്തിൽ ആദരവർപ്പിച്ചു. ദ്രാസിലും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരുന്നത്. കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവിയെയും കേന്ദ്രമന്ത്രി സഞ്ജയ് സേത്തും ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചവരുടെ കുടുംബാംഗങ്ങളെ ആദരിച്ചു. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരെ അനുസ്മരിച്ചു. രാഷ്ട്രത്തെ സംരക്ഷിക്കുന്നതിനായി യുദ്ധക്കളത്തിൽ നമ്മുടെ സൈന്യം ധീരമായി പോരാടിയെന്നും പാകിസ്ഥാന്റെ ദുഷ്ടലക്ഷ്യങ്ങൾക്കെതിരെ രക്തം ചീന്തിയ അനശ്വര രക്തസാക്ഷികളെ അനുസ്മരിക്കുന്നുവെന്നും കരസേനാ മേധാവി പറഞ്ഞു. यह लगातार चौथी बार है जब मैं कारगिल युद्ध स्मारक और कारगिल विजय दिवस के इस पावन आयोजन में सम्मिलित हो रहा हूं. 2 बार नदन कमांड आर्मी कमांडर की हैसियत से और 2 बार थल सेना अध्यक्ष के रूप में. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് നിർണായക നേട്ടങ്ങൾ സമ്മാനിച്ച ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങളുടെ പ്രദർശനവും ദ്രാസിൽ നടന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ വിജയ് ദിവസ് വാർഷികം പ്രൗഢഗംഭീരമായി തന്നെയാണ് രാജ്യം ആചരിച്ചത്.
നമ്മുടെ മാതൃരാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീരസൈനികർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നുവെന്നും രാഷ്ട്രത്തിനായുള്ള അവരുടെ സമർപ്പണവും പരമമായ ത്യാഗവും ഓരോ പൗരനെയും പ്രചോദിപ്പിക്കുമെന്നും രാഷ്ട്രപതി എക്സിൽ കുറിച്ചു. രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിക്കുന്നതിനായി ജീവൻ ബലിയർപ്പിച്ച സൈനികരുടെ സമാനതകളില്ലാത്ത ധൈര്യത്തെയും ശൗര്യത്തെയും ഈ ദിനം രാജ്യത്തിന് ഓർമ്മപ്പെടുത്തലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വീരമൃത്യു വരിച്ച വീരന്മാരുടെ ധൈര്യം ഭാവി തലമുറകൾക്ക് പ്രചോദനമാകുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അറിയിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. സൈനികരോടൊപ്പമെന്ന കോൺഗ്രസിന്റെ വാദം ഇരട്ടത്താപ്പിന്റെ ഭാഗമെന്ന് BJP സംസ്ഥാന വക്താവ് റിട്ടയർഡ് കേണൽ S. ഡിന്നി. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പരാമർശങ്ങൾ വേദനിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലം ആശ്രാമത്തെ യുദ്ധസ്മാരകത്തിൽ BJP സംഘടിപ്പിച്ച കാർഗിൽ വിജയ ദിനാചരണത്തിൽ പുഷ്പാർച്ചന നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.